ഇൻഫോ പാർക്കിന് ലാൻഡ് പൂളിംഗ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റുന്ന ഇപ്പൊ കേരളത്തിൽ അത് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരേ ഒരു ഏജൻസി GCDA ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ എന്തായാലും GCDA കൊച്ചിയിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു കെമിസ്ട്രി ഇതുവരെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഈ പ്രദേശവാസികളൊക്കെ ഭയപ്പെടണോ? കാരണം ഈ ഇൻഫോ പാർക്കിന് തന്നെ കുറെ അധികം സ്ഥലം ഏറ്റെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കാക്കനാട് എന്ന് പറയാൻ അധികം ജനങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത, എന്നാൽ അത് ഓണേഴ്സുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇൻഫോ പാർക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 3-ാം ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ സമീപത്ത് ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്? അല്ല, ഇതൊരിക്കലും ഭയപ്പെടേണ്ട കാര്യമല്ല. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വോളണ്ടറി സ്കീമാണ്. അപ്പോ അത് ഒരു അവർക്കും പ്രയോജനപ്പെടും, നമുക്കും പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലാണ്. ഇപ്പൊ നമ്മുടെ പ്രയോജനം എന്താ? ഇവിടെ ഡെവലപ്മെന്റ് വരും, ഇവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. ആസ് എ ഗവൺമെന്റ് നമ്മുടെ അതാണ്, നമ്മൾ ഇതിൽ നിന്ന് ഒരു സാമ്പത്തിക നേട്ടം ഇൻഫോ പാർക്ക് ആഗ്രഹിക്കുന്നില്ല. ഇൻഫോ പാർക്കിന്റെ നമ്മുടെ KPIs എന്ന് പറയുന്നത് തന്നെ എംപ്ലോയ്മെന്റ് കൂട്ടുക, ഈ ഏരിയയിലുള്ള ഡെവലപ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. അല്ലാതെ സാമ്പത്തിക നേട്ടം അല്ല ഇൻഫോ പാർക്കിന്റെ ലക്ഷ്യം.